ഇന്ത്യൻ എംബസിയുടെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിന്റെ അറിയിപ്പ് കണ്ടവർ കണ്ട് തിരുമി ഒന്നുകൂടിയും അതിൽ നോക്കി. അതിഥിയായി അതിൽ നൽകിയിരിക്കുന്ന പേര് ഒരു താലിബാൻ പ്രതിനിധിയുടേതാണ്. ഭീകര സംഘടനയാണെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന താലിബാനെ റിപ്പബ്ലിക് ചടങ്ങിലേക്ക് വിളിക്കാൻ മാത്രം ധൈര്യം ആർക്കാണെന്ന അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ അംബാസിഡറായ ബദറുദ്ദീൻ ഹഖാനിയെയാണ് അബുദാബിയിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന് വലിയ നാണക്കേടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസി ആണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിന് മറുപടി പറയേണ്ടതും BJP സർക്കാരാണ്. 2008 കാബൂളിലെ ഇന്ത്യൻ എംബസി ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി തീവ്രവാദി അക്രമങ്ങളിൽ പങ്കുള്ള ഹഖാനി ശൃംഖലയിലെ കണ്ണിയാണ് ബദറുദ്ദീൻ എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത്. ബദറുദ്ദീന്റെ സഹോദരൻ സിറാജുദ്ദീൻ ഹഖാനി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. 2023 ഒക്ടോബറിലാണ് താലിബാൻ ഭരണകൂടം ബദറുദ്ദീനെ അംബാസിഡറായി നിയമിക്കുന്നത്. താലിബാൻ പ്രതിനിധിയെ അതിഥിയായി ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യൻ അംബാസിഡർ സുഞ്ജയ് സുധീറിന്റെ പേരിലുള്ള ക്ഷണക്കത്തിന്റെ പകർപ്പ് അഫ്ഗാൻ മാധ്യമപ്രവർത്തകൻ ബിലാൽ സർവാരി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചതോടെയാണ് തലയൂരാൻ പറ്റാത്ത രീതിയിൽ വിദേശകാര്യ മന്ത്രാലയം കുടുങ്ങിയത്. അഫ്ഗാനിസ്ഥാന് പുറത്ത് ജീവിക്കുന്ന ബിലാൽ സർവാരി പങ്കുവച്ച ക്ഷണക്കത്തിന്റെ പകർപ്പ് തങ്ങൾ സ്ഥിരീകരിക്കാനായിട്ടുണ്ട് എന്നതാണ് ദേശീയ മാധ്യമങ്ങളും അടിവരയിട്ട് പറയുന്നത്. ഇന്ത്യയുടെ ക്ഷണം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ പ്രതിനിധി കാണുന്നൊരു ന്യായം കൂടി ഇന്ത്യൻ കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അഫ്ഗാൻ മുൻ പ്രസിഡന്റ് അഷ്റഫ് ഗിലാനി തന്റെ രാജ്യത്തെ അങ്ങനെയായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നെങ്കിലും താലിബാൻ ഭരണം പിടിച്ചെടുത്ത ശേഷം അവർ അഫ്ഗാനെ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണെന്ന് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്. കാബൂളിലെ ഇന്ത്യൻ എംബസി വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്ത്യൻ സർക്കാർ താലിബാൻ ഭരണകൂടവുമായി അടുത്ത് ഇടപഴകുന്നുണ്ട്. ബദറുദ്ദീൻ ഹഖാനിയെ ക്ഷണിച്ചിരിക്കുന്ന നടപടിയും അത്തരമൊരു സമീപനത്തിന്റെ ഭാഗമായി കണ്ടാൽ മതിയെന്നതാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. കാബൂളിൽ താലിബാനുമായി ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും താലിബാൻ ഭരണകൂടത്തിന് ന്യൂഡൽഹി നയതന്ത്ര അംഗീകാരം നൽകിയിട്ടില്ല എന്ന വസ്തുത കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്നും നടിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയടക്കം അന്താരാഷ്ട്ര സമൂഹം പിന്തുടരുന്ന രീതി തന്നെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയും പാലിക്കുന്നത്. എന്തായാലും അഫ്ഗാനിൽ രൂപം കൊണ്ട് ഏറ്റവും ശക്തമായ ഇസ്ലാമിക് സായുധ സംഘമായ ഹഖാനി ശൃംഖല സ്ഥാപിച്ച ജലാലുദ്ദീൻ ഹഖാനിയുടെ മകനാണ് ബദറുദ്ദീൻ ഹഖാനി. 1980കളിൽ സോവിയറ്റ് സേനക്കെതിരെ ശക്തമായ ഗറില്ല യുദ്ധം നയിച്ചതും പിന്നീട് US NATO സഖ്യത്തിനെതിരെയും അഫ്ഗാനിലെ ജനാധിപത്യ സർക്കാരിനെ പുറത്താക്കാനുമൊക്കെ മുന്നിൽ നിന്ന് ആക്രമണം നയിച്ചത് ഹഖാനി ശൃംഖലയായിരുന്നു. ഒരു കാലത്ത് അമേരിക്ക വാഴ്ത്തിയിരുന്നവരാണ് ജലാലുദ്ദീൻ ഹഖാനിയും അയാളുടെ സംഘടനയും. പിന്നീട് അതേ അമേരിക്ക തന്നെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചുവെന്നതും ചരിത്രമാണ്.